നമസ്കാരം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെത്തുന്ന വാർത്തകളാണ് 1 PM ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. വോട്ടുത്സവം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബേപ്പൂർ ചാലിയം ഫിഷ് മാർക്കറ്റിൽ അൻവർ പ്രചാരണത്തിനെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ദിവസങ്ങളായി ബേപ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന PV അൻവർ ഇന്ന് രാവിലെ ചാലിയം ഫിഷ് മാർക്കറ്റിലെത്തി. അസൗകര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതികരണം. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട് അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അത് വിപണനം ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇത്രയും വൃത്തികേടായി കിടക്കുന്ന അവസ്ഥ, ഒന്ന് മൂത്രമൊഴിക്കുവാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബേപ്പൂർ മണ്ഡലത്തിൽ നമ്മൾ നമ്പർ 1 പ്രിഫറൻസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി. തൊട്ടു പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനം. ബേപ്പൂരിൽ PV അൻവർ തന്നെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. ഇതോടെ UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ. പക്ഷേ മുഹമ്മദ് റിയാസ് PV അൻവർ പോരാട്ടം നടന്നാൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് മത്സ്യത്തൊഴിലാളികളിൽ സമ്മിശ്രാഭിപ്രായം. അൻവർ പരാജയപ്പെടും. റിയാസ് ഒരു 30,000 വോട്ടിൽ ജയിക്കും. അൻവർ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. പാട്ടുംപാടി ജയിക്കും അൻവർ. ഇനി ബേപ്പൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. 24 കോഴിക്കോട്. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിൽ UDFനുള്ളിൽ തർക്കം തുടരുന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് 24നോട് പറഞ്ഞു. ഇടുക്കി, ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുത്ത് 8 സീറ്റുകൾ മാത്രം കേരള കോൺഗ്രസ് ജോസഫിന് നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം അജണ്ടയിലില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. നിലവിലുള്ള 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്. വേറെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെയായിട്ട് പ്രത്യേകിച്ച് ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. ഈ സീറ്റ് എന്ന് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ 5 സീറ്റും ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം UDF ഒറ്റക്കെട്ടായിട്ട് നടത്തുന്നു. പിന്നെ ഈ ഇടുക്കി ജില്ലയിലെ 5 സീറ്റിൽ നമ്പർ 1 സീറ്റുകളാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. കേരള കോൺഗ്രസിന്റെ 4 സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോയ കോൺഗ്രസ് ഇടുക്കിയും ചങ്ങനാശ്ശേരിയും വേണമെന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. സീറ്റ് തർക്കത്തിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചില്ല. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കുവോ? വരട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, തീർന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. UDF ആലോചിച്ച് തീരുമാനിക്കും. ഇതിനിടെ കേരള കോൺഗ്രസും UDFിലേക്ക് വരുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ചാണ്ടി ഉമ്മൻ MLA രംഗത്തെത്തി. 24 ഇടുക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി സൂചന. ഡോക്ടർ റോയ് CJയുടെ ഡയറിയിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയെന്ന വിവരവുമുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചു. തന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കമ്പനിയെ ഇനി നയിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചും പോലീസ് കണ്ടെടുത്ത ഡയറിയിൽ ഡോക്ടർ റോയ് CJ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതാണ് ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിച്ചിരിക്കാമെന്ന സൂചനയിലേക്ക് പോലീസിനെ എത്തിച്ചത്. റോയ് എത്ര മണിക്ക് ചേംബറിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ SITക്ക് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. സമയക്രമത്തെക്കുറിച്ച് ജീവനക്കാരും MDയും കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ക്രൈം സീൻ റീക്രിയേഷൻ അടക്കമുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. സംഭവ സമയത്തുണ്ടായിരുന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ആദായനികുതി വകുപ്പ് പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകി. പാർലമെന്റിലും വിഷയം ചർച്ചയാക്കാനാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ശ്രമം. അതേസമയം തിടുക്കപ്പെട്ട് SIT രൂപീകരിച്ചത് കർണാടകയിൽ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. എന്തോ മറയ്ക്കാനായാണ് സർക്കാർ SIT രൂപീകരിച്ചതെന്നാരോപിച്ച് BJP നേതാവ് BS യെദ്യൂരപ്പ രംഗത്തെത്തി. ഡോക്ടർ റോയ് CJയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പുതിയ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അതിവേഗ റെയിൽപാതയുമായി ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്നു. കേന്ദ്ര പദ്ധതിയെപ്പറ്റി സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതില്ലെന്നും കേന്ദ്രമന്ത്രി തനിക്ക് മുഴുവൻ പവറും നൽകിയിട്ടുണ്ടെന്നുമാണ് ശ്രീധരന്റെ പ്രതികരണം.
കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി ഇല്ലെന്ന വിമർശനം LDF UDF ശക്തമാക്കുന്നതിനിടെയാണ് E. ശ്രീധരൻ മലപ്പുറം പൊന്നാനിൽ അതിവേഗ റെയിൽ പാതയ്ക്ക് വേണ്ടി ഓഫീസ് തുറന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതില്ലെന്നും E. ശ്രീധരൻ. ഭൂമിയുടെ സർവേ ജൂൺ 1 പൂർത്തിയാകും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉയർന്ന വില നൽകുമെന്നും പ്രഖ്യാപനം. ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും എത്തിച്ചേക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ബഡ്ജറ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും അത് ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. അപ്പോൾ ഞാൻ തയ്യാറാണ്. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ഉൾപ്പെടെയുള്ള ടീമിനെ E. ശ്രീധരൻ തയ്യാറാക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധിച്ചു. എയിംസ് എവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ബജറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ കേരളത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നും തീയതി കേന്ദ്ര സർക്കാർ പിന്നീട് അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് 3 മണിക്ക് ലോക്സഭയിൽ സംസാരിക്കും. ക്രിമിനൽ കേസ് പ്രതികൾക്ക് അനധികൃത പരോൾ അനുവദിച്ചത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സർക്കാരിന് സൗകര്യമുള്ള വിഷയങ്ങൾ മാത്രമേ ചർച്ചയ്ക്ക് എടുക്കൂ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമായതുകൊണ്ടാണ് ചർച്ചയ്ക്ക് എടുക്കാത്തതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. വിഷയദാരിദ്ര്യമാണ് പ്രതിപക്ഷത്തെ ഇത്തരം നോട്ടീസുകൾ നൽകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പയ്യന്നൂരിൽ പോലീസിനു നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് 1 മാസത്തിൽ പലതവണ പരോൾ അനുവദിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ നോട്ടീസ് തള്ളി. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. സ്പീക്കറുടെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷം മുന്നോട്ട് വന്നു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? നോട്ടീസ് പരിഗണിക്കില്ലെന്ന സ്പീക്കറുടെ നിലപാടിനോട് ഭരണപക്ഷം യോജിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സ്പീക്കർ നിലപാട് കടുപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ഇന്നെന്താ ചർച്ചയില്ല എന്ന തലക്കെട്ടായിരുന്നു പ്രതിപക്ഷ ബാനറിൽ ഉണ്ടായിരുന്നത്. 50 മിനിറ്റോളം നടുത്തളത്തിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി സർക്കാരിന് താല്പര്യമില്ലാത്ത CPM-ന് താല്പര്യമില്ലാത്ത CPM പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. 24 തിരുവനന്തപുരം. ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ പരസ്യപ്പെടുത്താൻ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ഫണ്ട് വിനിയോഗത്തിൽ പാർട്ടി അണികൾക്കിടയിൽ സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നീക്കം. കണക്കുകൾ വ്യക്തമാക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാൽ പറയും. പാർട്ടിക്കൊരു രീതിയുണ്ട്. കണക്കുകൾ പാർട്ടി ഘടകങ്ങളിൽ മാത്രമേ അവതരിപ്പിക്കൂ എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ രക്തസാക്ഷി ഫണ്ട് പോലുള്ള വൈകാരിക വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഈ കീഴ്വഴക്കം ലംഘിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. പയ്യന്നൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ V. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ആരോപണം നേരിടുന്ന
TI മധുസൂദനൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ഒരു വിഭാഗം പ്രവർത്തകർക്കുമുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം വാങ്ങുമെന്ന് ചില പാർട്ടി അംഗങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചതും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി. ഇതോടെയാണ് മാധ്യമങ്ങളിലൂടെ കണക്കുകൾ വ്യക്തമാക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചത്. ഫെബ്രുവരി 6-ന് KK രാഗേഷ് വാർത്താ സമ്മേളനം നടത്തി കണക്കുകൾ വിശദീകരിക്കും. അതേസമയം MV ഗോവിന്ദൻ നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. പയ്യന്നൂരിലാണ് ആദ്യ സ്വീകരണം. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളിൽ പയ്യന്നൂരിലെ പൊതുവേദിയിൽ സംസ്ഥാന സെക്രട്ടറി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 24 കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ സഭാ നേതൃത്വവുമായുള്ള അകലം കുറയ്ക്കാൻ LDF. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി 24നോട് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ പെൻഷൻ പ്രഖ്യാപിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അധ്യാപക നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സഭാ നേതൃത്വം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ LDF ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യം സർക്കാരിനോട് കേരള കോൺഗ്രസ് എമ്മും ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചത് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. സഭയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം സിസ്റ്റേഴ്സിനുള്ള അവർക്കുള്ള പെൻഷൻ, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതൊരു ആവശ്യമാണ്. ഇന്ന് JB കമ്മീഷൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്തൊരു ശുപാർശയിലെ ഒരു കാര്യമാണ് ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞു. സഭയെ സർക്കാരുമായി അടുപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ കേരള കോൺഗ്രസ് എമ്മാണ് ചുക്കാൻ പിടിക്കുന്നത്. അധ്യാപക നിയമനത്തിലടക്കം വരും ദിവസങ്ങളിൽ പരിഹാരം കാണുമെന്നും ജോസ് കെ മാണി. അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. അത് സഭ പറയുന്ന കാര്യമാണ്. JB കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എത്രയും പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് കൊടുക്കണം. അത് ഈ 13-ാം തീയതി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഇൻഫാമിന്റെ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ പുകഴ്ത്തിയതും സഭകളുമായുള്ള അകലം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. 24 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനായേക്കും. ദ്വാരപാല കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിക്കുന്ന 3ാമത്തെ ആളാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും പ്രതിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് സുധീഷ് കുമാർ ജാമ്യം തേടിയത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും S ശ്രീകുമാറും നേരത്തെ ജാമ്യത്തിലിറങ്ങിയിരുന്നു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ നൽകിയ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വാദം കേൾക്കും. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് വീണ്ടും നീട്ടി. മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവര് ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആൻജിയോഗ്രാം ചെയ്തു. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊടിയത്തൂരിൽ ബസ്സിനു മുന്നിൽ നിന്ന് പിഞ്ചുകുഞ്ഞിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഓട്ടോയിൽ നിന്നിറങ്ങി റോഡിലേക്ക് ഓടിയ കുട്ടി രക്ഷപ്പെട്ടത് ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ്. ഒതായി സ്വദേശി ഷിനോജാണ് കേരളം തിരയുന്ന ആ ബസ് ഡ്രൈവർ. 30-ന് രാവിലെ കൊടിയത്തൂരിൽ വെച്ചാണ് സംഭവം. രക്ഷിതാക്കൾക്കൊപ്പം ഓട്ടോയിൽ വന്നിറങ്ങിയ കുട്ടി റോഡിന് എതിർവശത്തുള്ള അമ്മയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുകയായിരുന്നു. അരീക്കോട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന തയ്യിൽ ബസ്സിലെ ഡ്രൈവർ ഷിനോജിന്റെ അവസരോചിത ഇടപെടലാണ് 3 വയസ്സുകാരിയെ കാത്തുരക്ഷിച്ചത്. കുട്ടിയെ കണ്ടപ്പോൾ തന്റെ മകളെ പോലെ തോന്നിയെന്നാണ് ഡ്രൈവർ ഷിനോജ് പറയുന്നത്. ഞാൻ വിചാരിച്ച അടി കുടുങ്ങി, പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമുള്ളൂ. എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് പ്രായമുള്ളത്. പെട്ടെന്ന് ഓർത്താതാ. സ്ഥിരം അപകട മേഖലയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും കുഞ്ഞു ജീവന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച ഡ്രൈവർക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകം. 24 കോഴിക്കോട്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. എറണാകുളം തിരുവാണിയൂരിൽ യുവതിക്ക് നേരെ സദാചാര ആക്രമണം. ഓഫീസിൽ നിന്ന് രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊല്ലം സ്വദേശിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. 9 പേർക്കെതിരെ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തു. പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നെന്ന് ചികിത്സയിൽ കഴിയുന്ന യുവതി 24നോട് പറഞ്ഞു.
ഇയാൾ നേരെ വന്നിട്ട് ചെസ്റ്റിൽ കയറി പിടിച്ച് തള്ളയും സെക്ഷലി അസോൾട്ട് ചെയ്യാൻ തന്നെ നോക്കി. അപ്പോഴത്തേക്ക് തിരിച്ചൊരു അടി വെച്ച് കൊടുത്തു. അടി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഇയാൾ നേരെ എന്നെ തല്ലിയും 2-3 പേര് വന്ന് തല്ലി തറയിട്ട് അവിടെ ഇട്ട് ചവിട്ട് തേച്ചത് ഫുള്ള്. ജനുവരി 29 രാത്രി 10 മണിയോടെ തിരുവാണിയൂരിൽ യുവതിക്ക് നേരെ നടന്നത് സദാചാര ഗുണ്ടായിസം. സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി 10 മണിയോടെ ആൺസുഹൃത്തുമായി പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലേക്ക് വരികയായിരുന്നു പെൺകുട്ടി. ഈ സമയം 1-ാം പ്രതിയായ മണിക്കുട്ടൻ ആക്രോശിച്ചുകൊണ്ട് ഇവർക്ക് നേരെ വരികയും രാത്രി ഇരുവരും ഒരുമിച്ച് വരുന്നത് ചോദ്യം ചെയ്യുകയും ചെയ്തു. പെൺകുട്ടി തിരിച്ച് സംസാരിച്ചപ്പോൾ മർദ്ദനം. 2-ാം പ്രതിയായ ബിബിനും ബേബിയും കണ്ടാലറിയാവുന്ന 6 പേരും ചേർന്ന് മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും മാനഹാനി വരുത്തുകയും ചെയ്തുവെന്ന് പുത്തൻകുരിശ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു. കൂടെയുണ്ടായിരുന്ന ആൺസുഹൃത്തിനെയും ക്രൂരമായി മർദ്ദിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചുപോയ പെൺകുട്ടി 3 ദിവസമായി ചികിത്സയിലാണ്. മൂക്കിലും വായിലും ഗുരുതരമായി പരിക്കേറ്റു. ഇതിന് മുമ്പും വീട്ടിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. രാത്രി തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ CCTV ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ശല്യം കുറഞ്ഞു. ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടം. അവർ എന്നിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പേക്കൂത്ത് കാണിക്കുന്ന ശല്യം സഹിക്കാൻ വയ്യാതെ നാട്ടുകാർ വെക്കുന്ന ബോർഡാണ്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ ഇവർക്ക് നമ്മളെ നേർക്ക് കൈവയ്ക്കാനുള്ള അവകാശം എന്ത്? പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഇതുവരെ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിപ്പട്ടികയിലുള്ളവർ നാട്ടിൽ തന്നെയുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചുവെന്ന പ്രതികളുടെ കൗണ്ടർ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ, 24 കൊച്ചി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വിസിൽ ബ്ലോവറാണ് തമിഴക വെറ്ററി കഴകമെന്ന് അധ്യക്ഷൻ വിജയ്. ടിവിക്ക് അധികാരത്തിലെത്തുമ്പോൾ അഴിമതിക്കാർ നാടുവിട്ട് ഓടുമെന്നും വിജയ് പറഞ്ഞു. 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന ടിവികെയുടെ സ്ഥാപക ദിനാചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിജയുടെ ഇത്തവണത്തെ പരിഹാസം. DMK പ്രവർത്തകരും മന്ത്രിമാരും ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഉറക്കം പോയെന്ന് ഒരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞു. MK സ്റ്റാലിൻ നന്നായി ഉറങ്ങുന്ന സമയത്ത് പോയി ചോദിക്കണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. തീർച്ചയായും ഉറക്കത്തിൽ വിസിൽ ചിഹ്നത്തിനെന്ന് പറയും. ഉറക്കത്തിൽ സത്യം മാത്രമേ എല്ലാവരും പറയൂ. അതാണ് TVKയുടെ വിജയമെന്നും വിജയ്. அப்படி இருக்கிற அவரு என்னைக்காவது ஒரு நாள் அசந்து தூங்குவார்ல சார். சார் எந்த சின்னத்துக்கு சார் ஓட்டு போடுவீங்க அப்படின்னு கேட்டு பாருங்க. விசில் சின்னத்துக்கு தான். പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അവകാശവാദത്തിനും വിമർശനം. തമിഴ് ഭാഷയും സംസ്കാരവും ഉയർത്തിക്കാട്ടണമെന്ന ആഹ്വാനം ചെയ്തായിരുന്നു സ്ഥാപക ദിനാഘോഷം. 24 ചെന്നൈ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 6640 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 1,11,120 രൂപയായി. ഗ്രാമിന് 830 രൂപ ഇടിഞ്ഞ് 13,890 രൂപയിലെത്തി. സ്വർണത്തിന് 4 ദിവസം കൊണ്ട് 20,040 രൂപയാണ് കുറഞ്ഞത്. ജനുവരി 29-ന് ചരിത്രത്തിലെ എക്കാലവും ഉയർന്ന വിലയായ 1,31,160 സ്വർണ്ണവില എത്തിയിരുന്നു. നിക്ഷേപകർ വൻതോതിൽ ലാഭമെടുപ്പ് നടത്തിയതും ഡോളർ നേരിയ തോതിൽ ശക്തിപ്പെട്ടതുമാണ് വിലയിടയാൻ കാരണം. ആഗോള വിപണിയിൽ ഔൺസിന് $4,687 എന്ന നിലയിലാണ് വ്യാപാരം തുടരുന്നത്.